സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തിന് പ്രധാനമായും വിമർശനം ഉയരുന്നത് മാനേജ്മെന്റിനെതിരെയാണ്. കൃത്യമായി പുതിയ താരങ്ങളെ വാങ്ങിക്കാത്തതും വിറ്റ താരങ്ങൾക്ക് കൃത്യമായി പകരക്കാരെ എത്തിക്കുന്നതിൽ മാനേജ്മെന്റ് കാട്ടിയ അബദ്ധവുമാണ് പ്രധാനമായും മാനേജ്മെന്റിനെതിരെ ഉയരുന്ന വിമർശനം. ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് മാറണമെന്നും ഉടമകൾ ഓഹരി വിൽക്കണമെന്നും ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കൈമാറ്റത്തിന് ഏതാണ്ട് 300 കോടി രൂപ വേണ്ടിവരുമെന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു ആരാധകൻ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളെ വിൽക്കണമെങ്കിൽ എത്ര രൂപ വാങ്ങിക്കുന്നവർ മുടക്കണമെന്ന കൗതുകകരമായ ചോദ്യം പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർക്കുലോയോട് ചോദിച്ചിരുന്നു. ഇതിന് മാർക്കസ് നൽകിയ ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം 300 കോടിയോളം വരുമെന്നാണ്. അതായത് നിലവിലെ മാനേജ്മെന്റ് ക്ലബിന്റെ മുഴുവൻ ഓഹരികളും വിൽക്കുകയാണ് എങ്കിൽ 300 കോടി രൂപയോളം ആ ഓഹരികൾക്ക് വില വരുമെന്നാണ് മാർക്കസ് വ്യക്തമാക്കുന്നത്. ഇതൊരു ഏകദേശ തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ക്ലബ്ബ് മാനേജ്മെന്റ് മാറണമെന്ന് ചില ആരാധകർ ആവശ്യം ഉന്നയിക്കുമ്പോഴും ആരെങ്കിലും ക്ലബിന്റെ ഓഹരികൾ വാങ്ങിക്കണമെങ്കിൽ 300 കോടി മുടക്കണമെന്ന് സാരം. ഇനി ഇതിനെല്ലാം പുറമെ നിലവിലെ മാനേജ്മെന്റ് ക്ലബിന്റെ ഓഹരികൾ വിൽക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഈ വിൽപ്പന നടക്കുകയുള്ളൂ. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഉടമകൾ ഓഹരികൾ വിൽക്കാൻ സാധ്യതയില്ല. അതിനർത്ഥം നിലവിലെ മാനേജ്മെന്റിന്റെ കീഴിൽ തന്നെ ക്ലബിനെ ആരാധകർ സ്നേഹിക്കണമെന്ന് സാരം.